ഹായ് ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിഷോറിൻ്റെ അമ്മ കിഷോറിനെങ്ങനെ വിലക്കാണ് കേട്ടോ. അപർണികയുടെ ഈ ബന്ധം ശരിയല്ല, നീ അവളോട് കർശനമായി തന്നെ പറയണം എന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, അവരൊരുമിച്ച് ഒരു കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവർ വെറും ഫ്രണ്ട്സാണ്. അജാസ് അവളുടെ കൈ ഒന്ന് പിടിച്ചു എന്ന് വിചാരിച്ച് അമ്മയെപ്പോലെ ഉള്ളവരാ തെറ്റിദ്ധരിക്കാൻ നടക്കുന്നത്. അതാണ് അതിൻ്റെ കുഴപ്പം. അവളുടെ കൈയൊന്ന് പിടിച്ചെന്ന് വിചാരിച്ച് അവൾ പിഴയൊന്നും ആവാൻ പോകുന്നില്ല. എനിക്ക് അവളെ വിശ്വാസമാണെന്ന് പറയാം കേട്ടോ കിഷോർ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ. എനിക്ക് ആ ബന്ധം നല്ലതാണെന്ന് തോന്നിയതേ ഇല്ല എന്ന് പറയാം കേട്ടോ അമ്മ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനി കിടക്കുന്ന ICU ആണ് കേട്ടോ. ഗീതു ഇങ്ങനെ ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അമ്മയെ വിളിച്ചിട്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗീതു അതുപോലെ അമ്മ എന്ന് വിളിക്കുമ്പോൾ വിലാസിനി കണ്ണ് തുറക്കുകയാണേ. എന്താ വിലാസിനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഗീതുവിനോടായിട്ട് പറയുന്നുണ്ട്, തീർന്നെന്ന് കരുതിയതാ, ജീവിക്കാൻ ഒരു അർഹതയും ഇല്ലാത്തവളാ, അമ്മയ്ക്ക് ഒരുപാട് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയണേ. എന്നിട്ട് ഗോവിന്ദിനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറഞ്ഞു, കുറച്ച് മുന്നേ പോയതേ ഉള്ളൂ അമ്മേ എന്ന കാര്യം, എനിക്ക് കാണണം, അവനോട് നന്ദി പറയണം എന്ന് പറയാം കേട്ടോ. അപ്പോഴൊക്കെ ഗീതുവിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണേ. അമ്മയ്ക്ക് ഒരുപാട് മോളോട് സംസാരിക്കാനുണ്ട്, മോൾ അമ്മേനെ വിട്ട് എങ്ങോട്ടും പോവല്ലേ, ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇനി അധികം സംസാരിക്കണ്ട അമ്മ റെസ്റ്റ് എടുത്തോ. തുടർന്ന് നമ്മുടെ ഭദ്രൻ ആരെയോ വിളിച്ചിട്ട്, ഇന്ന് ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ 25 ലക്ഷം രൂപ വേണം, 15 ലക്ഷം എൻ്റെ അക്കൗണ്ടിലുണ്ട്, ഒരു 5 ലക്ഷം രൂപയും കൂടി എനിക്ക് അയച്ചു തരണം, അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചു തന്നേക്കാം, മരുമോൻ വിദേശ ടൂറിലാണ്, അല്ലെങ്കിൽ കോടികൾ വാരി വിതറും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോൺ വെച്ച് തിരിയുമ്പോൾ നമ്മുടെ ഗീതുവിനെ കാണുകയാണ് കേട്ടോ. 5 ലക്ഷം രൂപയുടെ പണി ഇന്ന് ഞാൻ തീർത്തു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഗീതുവിനെ കാണുകയാണ് കേട്ടോ. പെട്ടു എന്നുള്ള ഭാവത്തിൽ ഭദ്രൻ നിൽക്കുകയാണേ. അപ്പോൾ ഗീതു ഇങ്ങ് വന്നിട്ട്, അച്ഛന് നാണമില്ലല്ലോ അമ്മയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാഷ് തട്ടാൻ, അതിനെന്തിനാ നാണിക്കുന്നേ, വെറുതെ അല്ലല്ലോ കടമായിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഭദ്രൻ. അച്ഛൻ കടം മേടിച്ച ക്യാഷ് ഇന്ന് വരെ തിരിച്ചു കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ മാത്രമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിച്ച് നാണം കെടുന്നത്, അതിൻ്റെ പേരുദോഷം കണ്ണേട്ടനും കൂടിയാ. ഞാനിനി ആരുടെയും മുമ്പിൽ ചെന്ന് കൈനീട്ടില്ല. എൻ്റെ അക്കൗണ്ടിലേക്ക് 10-50 കോടി ഇടാൻ പറ നിന്റെ ഭർത്താവിനോട്, എങ്കിൽ പിന്നെ ഞാനും നാണം കെടില്ല, എൻ്റെ മരുമോനും നാണം കെടില്ല, എനിക്കും ജീവിക്കണ്ടേ. അല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് വല്ലാതെ വിശപ്പുണ്ട്, ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ അവിടെ നിന്ന് സ്കൂട്ടാവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ രഞ്ജുവും രേഖയും കൂടി ഫോൺ വിളിക്കാൻ കേട്ടോ ഗീതുവിനെ. എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാന്ന് പറയാം കേട്ടോ. അമ്മയെ ഇപ്പോൾ ICU റൂമിലേക്ക് മാറ്റി, അന്ന് തുറന്നു എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയാം കേട്ടോ ഗീതു. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇത് കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് എന്ന്. അല്ല കണ്ണേട്ടൻ ഭക്ഷണം കഴിച്ചോ എന്ന് ഗീതു ചോദിക്കുമ്പോൾ, ഇല്ല ഗീതു ഭക്ഷണം കഴിച്ചിട്ടില്ല, റൂമിൽ അടച്ചു പൂട്ടി ഒരേ ഇരിപ്പാണ് എന്ന് പറയാട്ടോ രേഖ. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പ്രിയതമയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിഷമത്തിലും അടുത്തിരിക്കാൻ കഴിയാത്ത വിഷമത്തിലും ആയിരിക്കും ഗോവിന്ദേട്ടൻ എന്ന് പറയണേ. ആ ദുഃഖം കാരണം ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ലായിരിക്കും എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അമ്മ ഈ അവസ്ഥയിലായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നിന്റെ ചെവിക്ക് പിടിച്ചേനെ എന്ന് പറയണേ. ഗീതു, ഞാനേ കുറച്ചു മുൻപേ ഗോവിന്ദേട്ടനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോൾ കൂട്ടിലടച്ചിട്ട കിളിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പോഴേ തോന്നി എന്നെ കാണായിട്ടുള്ള വിരഹവേദനയാണെന്ന കാര്യം എന്ന് പറയാൻ കേട്ടോ രേഖ. ഞാൻ ഹോസ്പിറ്റലിലായപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് നീ നിന്നില്ലേ, അപ്പോൾ നിന്നെ കാണാൻ വേണ്ടി മാത്രം പല കള്ളങ്ങളും പറഞ്ഞ് ഗോവിന്ദേട്ടൻ അവിടെ എത്തിയില്ലേ, എന്നേ ഞാൻ കണ്ടതാ, അപ്പോൾ അതിനെക്കാട്ടും കൂടിയ അവസ്ഥയിലാണെന്ന് പറയാം കേട്ടോ ഗീതുവിനോട്. ഗീതു ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടാ. ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ ഗീതുവിൻ്റെ അടുത്തേക്ക് തന്നെ വിടാ എന്ന് പറയാം കേട്ടോ ഗോവിന്ദിന്. എനിക്ക് തോന്നുന്നില്ല കണ്ണേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് എന്ന് പറയുമ്പോൾ, അതൊക്കെ നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ എത്തും ഗീതു എന്ന് പറയാം കേട്ടോ രേഖ. ഞങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിച്ചേക്കാന്ന് പറയണേ രഞ്ജു. അതുവരെ നിനക്ക് കാണാൻ ഞങ്ങൾ ഗോവിന്ദേട്ടൻ്റെ വിരഹവേദനയുടെ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാമെന്ന് പറയണേ, എങ്കിൽ വേഗം അയക്കുക എന്ന് പറയണേ ഗീതു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവർ റൂമിൽ പോവേ സമയത്ത് ഗോവിന്ദ് അവിടെ ഉണ്ടാവില്ല. എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അയ്യപ്പേട്ടനും ഗോവിന്ദും കൂടി വെള്ളമണ്ടി ആയിരിക്കും കേട്ടോ. എന്നിട്ട് രഞ്ജു അത് വീഡിയോ പകർത്തുന്നുണ്ട്. ഇതേതായാലും കാണുമ്പോൾ ഗോവിന്ദേട്ടൻ്റെ അഹങ്കാരവും മദ്യപാനാസക്തിയും ഒക്കെ അവൾ നിർത്തിക്കോളും എന്ന് പറയാൻ കേട്ടോ രഞ്ജു. നമ്മുടെ ഗീതു ആണെങ്കിൽ അവിടെ ഇരുന്ന് ഗോവിന്ദിനോട് മനസ്സ് തുറക്കുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.